ഇപ്പോഴെന്നല്ല കുറെ കാലങ്ങളായി പലരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകരുടെ അവിചാരിതമായ മരണങ്ങൾ. പല മരണങ്ങളുടെയും കാരണം ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണം ഏറെനാൾ ലോകം ചർച്ച ചെയ്തിരുന്നു. ഇതിനു മുമ്പും പുടിൻ വിമർശകർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട്. ഈ പട്ടികയിലേക്ക് അവസാനം എത്തിയത് റഷ്യയിലെ പ്രശസ്തനായ ഒരു ഗായകനാണ്. പുടിന്റെ വിമർശകനായ വാഡിം സ്ട്രോയ്ക്കിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉക്രൈൻ സൈന്യത്തിന് സഹായങ്ങൾ നൽകിയെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന് റഷ്യൻ കോടതി 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വാഡിമിന്റെ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. 10ാം നിലയിൽ നിന്നും അദ്ദേഹം വീണു മരിച്ചെന്നാണ് നിഗമനം. ഉക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്ന വാഡിം പുടിനെ വിഡ്ഢിയെന്ന് വിളിച്ചത് വലിയ വിവാദമായിരുന്നു. പുടിനെ രൂക്ഷമായി വിമർശിച്ച നിരവധി പേർ സമാന രീതിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുകയോ വിഷം തീണ്ടുകയോ ചെയ്ത് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചതിനാൽ പുടിന് നേരെ ഇപ്പോഴും സംശയത്തിന്റെ ആ മുന നീളുകയാണ്. റഷ്യൻ അധിനിവേശത്തെ നിരന്തരം വിമർശിച്ചിരുന്ന റഷ്യൻ ബാലെ നർത്തകൻ വ്ളാഡിമിർ സ്ക്രിറിയോവ് 2 മാസം മുമ്പ് ഒരു കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്ന് വീണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും ഏറെ ചർച്ചയായിരുന്നു. റഷ്യക്കെതിരെ അട്ടിമറി ഭീഷണി ഉയർത്തിയ കൂലിപ്പടയാളി സംഘമായ വാഗ്നർ ഗാങ്ങിന്റെ തലവനായിരുന്നു യെവ്ഗനി പ്രിഗോഷിൻ. അദ്ദേഹം ദുരൂഹമായി കൊല്ലപ്പെട്ടിരുന്നു. മോസ്കോയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പ്രിഗോഷിൻ ഉൾപ്പെടെ 10 പേർ സഞ്ചരിച്ചിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാണ് പ്രിഗോഷിൻ മരിക്കുന്നത്. ഏകദേശം 30 സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം 28,000 അടി ഉയരത്തിൽ നിന്ന് 8,000 അടിയിലധികം താഴേക്ക് പതിക്കുകയായിരുന്നു. എന്നാൽ 30 സെക്കൻഡ് മുൻപ് വരെ ഈ വിമാനം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാണിച്ചിരുന്നില്ല. മിസൈലുകൾ ഉപയോഗിച്ച് ആ വിമാനം വെടിവെച്ചിടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. റഷ്യയിൽ നടത്തിയ അട്ടിമറി ശ്രമത്തിന് പിന്നാലെ പ്രിഗോഷിൻ റഷ്യ വിട്ട് ആഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു. 2015 ഫെബ്രുവരി 25-നാണ് ഉക്രൈനിലെ പ്രതിപക്ഷ നേതാവ് ബോറിസ് നെംചോവ് ക്രെംലിന് സമീപം വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ഉക്രൈനിലെ റഷ്യൻ ഇടപെടലിനെ ചോദ്യം ചെയ്ത് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ മരണം. തന്റെ കാമുകിയുമൊത്ത് അത്താഴം കഴിച്ചതിന് ശേഷം മോസ്കോയിലെ ഒരു പാലത്തിലൂടെ നടക്കുകയായിരുന്നു അദ്ദേഹം. അജ്ഞാതനായ അക്രമി പുറകിൽ നിന്ന് പലതവണ വെടിവെക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാമുകിക്ക് യാതൊരു പരിക്കും ഏറ്റതുമില്ല. അതേപോലെ വ്ളാഡിമിർ പുടിന്റെ ബദ്ധശത്രുക്കളിൽ ഒരാളായിരുന്നു ബെറേസോവ്സ്കി. 2013 മാർച്ചിലാണ് ലണ്ടനിലെ ഒരു ആഡംബര മാളികയിലെ കുളിമുറിയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ഒരു സ്കാർഫ് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. സംശയാസ്പദമായ മറ്റു സാഹചര്യങ്ങളോ ലക്ഷണങ്ങളോ ഇല്ലാത്തതിനാൽ ആത്മഹത്യ എന്ന പേരിൽ പോലീസ് കേസ് അവസാനിപ്പിച്ചു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം ആരോപിച്ചെങ്കിലും ഒരു അന്വേഷണവും ഉണ്ടായില്ല. അലക്സാണ്ടർ ലിറ്റ്വിനെങ്കയാണ് ദുരൂഹമായി മരിച്ച മറ്റൊരാൾ. മുൻ റഷ്യൻ FSB ചാരനും പുടിന്റെ വിമർശകനുമായ അലക്സാണ്ടർ 2006-ൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ പൊളോണിയം 210 വിഷം കലർന്ന ചായ കുടിച്ചാണ് കൊല്ലപ്പെടുന്നത്. അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുടിനെതിരെ അദ്ദേഹം ആരോപിച്ചിരുന്നു. ബ്രിട്ടീഷ് പൗരത്വം നേടിയ ലിറ്റ്വിനെങ്കോ ലണ്ടനിൽ 2 റഷ്യൻ ചാരന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് ഈ വിഷം കലർന്ന ചായ കുടിച്ചത്. അന്വേഷണത്തിൽ പുടിന്റെ അനുമതിയോടെ റഷ്യൻ ഏജന്റുമാർ ഇയാളെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയിരുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ പരസ്യമായി വിമർശിച്ച മറ്റൊരാളാണ് ലൂക്കോയിൽ എണ്ണ കമ്പനിയുടെ ചെയർമാനായ റെവിൽ മകനോവ്. അദ്ദേഹം മോസ്കോയിലെ ആശുപത്രി ജനാലയിൽ നിന്ന് വീണാണ് മരിച്ചത്. എന്നാൽ അസുഖബാധിതനായി മരിച്ചു എന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെ പലരും കൊല്ലപ്പെട്ടെങ്കിലും അന്വേഷണങ്ങൾ പലപ്പോഴും എവിടെയും എത്താതെ പോവുകയാണ്. മിക്ക കേസുകളും അപകടമരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തെളിവില്ലാത്ത കൊലപാതകം എന്ന നിലയിലാണ് ചില മരണങ്ങളുടെ അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് എന്ന നിലയിലേക്കാണ് വ്ളാഡിമിർ പുടിൻ വളർന്നു വരുന്നത്.